സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ അസംതൃപ്തനായ ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പാർട്ടി വിട്ടേക്കും. രണ്ടത്താണിയെ ഇടതുപാളയത്തിലെത്തിക്കാൻ CPM നീക്കം ആരംഭിച്ചു. താനൂരടക്കം താൽപര്യമുള്ള ഏത് സീറ്റും നൽകാം എന്നാണ് വാഗ്ദാനം. അതേസമയം താനൂരിൽ മത്സരിക്കില്ലെന്ന് CPM നേതൃത്വത്തെ വി അബ്ദുറഹ്മാൻ അറിയിച്ചു. ഈ നീക്കങ്ങൾക്കിടെ മാധ്യമങ്ങളോട് സംസാരിച്ച രണ്ടത്താണി മത്സര സാധ്യത തള്ളിയില്ല. CPM നേതാക്കളുമായി നല്ല ബന്ധമാണെന്നാണ് രണ്ടത്താണിയുടെ പ്രതികരണമുണ്ടായത്. ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്. എനിക്കറിയാം, ഞാൻ ഒരു ഐഡിയോളജിക്കലി ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ നിന്ന ആളാണ്. ഇന്നുവരെ പാർട്ടിയുടെ ട്രാക്കിൽ ഒരിക്കലും തെറ്റിപ്പോയിട്ടുള്ള ഒരാളല്ല. എൻ്റെ കഴിഞ്ഞകാല പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഞങ്ങൾ ഈ പരിസരത്തൊക്കെയുള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. സൗഹൃദമുള്ള ആളുകളുണ്ടല്ലോ ഇവിടെയൊക്കെയുള്ള ആളുകൾ. അവർ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ കാണുന്നത് പോലെ ഒരു സാഹചര്യ മാറ്റമായിട്ടൊന്നും ആരും അതിനെ കാണുന്നില്ല. ആദരണീയനായ തങ്ങളെ നിങ്ങൾ പോയി കണ്ടല്ലോ, എന്താ അദ്ദേഹം പറഞ്ഞ്, അതെന്നെ ആ നിലപാട് തന്നെയുള്ളൂ. രമ്യാദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രമ്യ, സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. ലീഗ് വിട്ട് LDFിലേക്ക് ചേക്കേറുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഈ അവസരത്തിൽ ഉയരുന്നത്. എങ്ങനെ വിലയിരുത്താം? രോഹിണി, ഈ അഭ്യൂഹങ്ങൾക്കിടെ തന്നെയാണ്. കാരണം അല്പസമയത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, രണ്ടത്താണിയുടെ പ്രതികരണങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ഇദ്ദേഹം LDFിലേക്ക് ചേക്കാനുള്ള സാധ്യത ഇദ്ദേഹം മാധ്യമങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ്. കാരണം LDFിലേക്ക് ചേക്കേറും എന്നുള്ളതിനെ തള്ളിക്കളയാൻ തന്നെയാണ് മാധ്യമങ്ങളോട് രണ്ടത്താണി പ്രതികരിച്ചിട്ടുള്ളത്. അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥിത്വ പട്ടികയ്ക്കെതിരെയാണ് രണ്ടത്താണി ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് CPM ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നതും അത്തരത്തിൽ ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നതും. LDF സ്ഥാനാർത്ഥിയായി താനൂരിലോ അല്ലെങ്കിൽ തിരൂരിലോ ആണ് മത്സരിക്കാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിക്കുമെന്നുള്ള സാധ്യതകളും എല്ലാം പുറത്തു വരുന്നത്. ഈ ലീഗ് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെയായിരുന്നു ഇത്തരത്തിൽ രണ്ടത്താണിയുടെ പ്രതികരണം. ഇതിനെ തള്ളാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ രണ്ടത്താണിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്. തിരൂരിൽ CPM സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ തന്നെയാണ് തിരൂരിലേക്കോ അല്ലെങ്കിൽ താനൂരിലേക്കോ രണ്ടത്താണിയെ പരിഗണിക്കുമെന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാകുന്നത്. അതായത് അബ്ദുറഹ്മാനാണ് തിരൂരിൽ താനൂരിൽ അബ്ദുറഹ്മാനെയാണ് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷേ തിരൂരിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ താനൂരിലേക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ മത്സരിച്ചേക്കുമെന്ന സൂചന തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം CPM അതുപോലെ തന്നെ രണ്ടത്താണിയും തമ്മിലുള്ള ചർച്ചകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.